പളനി മാതൃകയിൽ ശീതീകരണ സംവിധാനം സജ്ജീകരിക്കാനായി തമിഴ്നാട്ടിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിദഗ്ധ സംഘം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിശോധന നടത്തി. 3 ആഴ്ചയ്ക്കകം ശീതീകരണ സംവിധാനം പൂർത്തീകരിക്കാനാകുമെന്ന് സംഘം പറഞ്ഞു. ഭക്തർക്ക് സുഗമമായ ദർശനത്തിനായി ക്ഷേത്രത്തിനുള്ളിൽ പഴനി ക്ഷേത്ര മാതൃകയിൽ ശീതീകരണ സംവിധാനം ഒരുക്കുവാൻ ദേവസ്വം ഭരണസമിതി തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിന് പ്രായോഗിക രൂപം നൽകുവാനാണ് വിദഗ്ധ സംഘം ഗുരുവായൂരിലെത്തിയത്. നാലമ്പലം, ചുറ്റമ്പലം, കൗണ്ടിംഗ് ഹാൾ എന്നിവിടങ്ങളിലാകും ശീതീകരണ സംവിധാനം ഒരുക്കുക. 3ഇടങ്ങളിലും 3 സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുക. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ പഴനി ക്ഷേത്രത്തിലെ ശീതീകരണ സംവിധാനം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. പഴനിയിൽ ശീതീകരണ സംവിധാനം ഒരുക്കിയ അതേ കമ്പനിയാണ് ഗുരുവായൂരിലും ശീതീകരണം നടത്തുക. തമിഴ്നാട് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് MD S. രമേശ് കുമാർ, മാനേജർ SS. സന്ദീപ്, മാർക്കറ്റിംഗ് ഡയറക്ടർ K. മുരുകാനന്ദ എന്നിവരാണ് പരിശോധനയ്ക്കായി എത്തിയത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം C. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP. വിനയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ഇലക്ട്രിക്കൽ മരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുമായി വിദഗ്ധ സംഘം ചർച്ച നടത്തി. ചർച്ചകൾക്ക് ശേഷം പദ്ധതിയുടെ പ്രായോഗിക പ്രവർത്തന രേഖയ്ക്ക് രൂപം നൽകി. പദ്ധതി വൈകാതെ നടപ്പിലാക്കുവാനാണ് ദേവസ്വം തീരുമാനം. KPM പ്രോസസ്സിംഗ് ഉടമ ശേഖറാണ് പദ്ധതി വഴിപാടായി സമർപ്പിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ.